പ്രതിപക്ഷ നേതാവിനെതിരായ CBI അന്വേഷണ ശുപാർശയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിച്ച് കോൺഗ്രസ് നേതൃത്വം. CBIയുടെ പേര് പറഞ്ഞ് വിരട്ടാൻ നോക്കേണ്ടതും കുതന്ത്രങ്ങളെ ഭയക്കുന്നില്ലെന്നുമാണ് നേതാക്കളുടെ പ്രതികരണം. വിജിലൻസ് ശുപാർശയിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിയമപരമായ നടപടികൾ മാത്രമാണ് സർക്കാർ കൈക്കൊള്ളുകയെന്ന് നിയമമന്ത്രി P രാജീവ് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടിമുതൽ കേസിലും മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന LDFന്റെ രാഷ്ട്രീയ പ്രതിരോധമായാണ് പുനർജനി കേസിലെ CBI അന്വേഷണ ശുപാർശയെ UDF നേതൃത്വം കാണുന്നത്. 11 മാസം മുൻപ് വിജിലൻസ് നൽകിയ ശുപാർശ ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മിറ്റ് തുടങ്ങുന്ന ദിവസം തന്നെ പുറത്തുവന്നത് നിക്ഷിപ്ത താൽപര്യത്തിന് തെളിവായും കോൺഗ്രസ് കാണുന്നു. രാഷ്ട്രീയ ആയുധം എന്നതിനപ്പുറത്ത് കേസിന് ഒരു പ്രസക്തിയുമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഒരു ചെപ്പടി വിദ്യകളല്ലേ, ഇതെല്ലാം ജനം മനസ്സിലാക്കൂലേ, അത്രേ ഉള്ളൂ. കേസിന് ഒരു ഗൗരവവും ഇല്ലെന്നാണ് KPCC നേതൃത്വത്തിന്റെയും നിലപാട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും പൊതിഞ്ഞ് സംരക്ഷിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിക്കെതിരെ കോടതി വിധി വന്നപ്പോൾ LDFന്റെ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ അതിനെയൊക്കെ ഒന്ന് വാർത്തയിൽ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രം മാത്രമാണ് ഇത്. ശുപാർശ പുറത്തു വന്ന സമയത്തെ ചൊല്ലിയുള്ള കോൺഗ്രസ് വിമർശനത്തിൽ ലാവ്ലിൻ കേസ് പരാമർശിച്ചായിരുന്നു മന്ത്രി P രാജീവിന്റെ മറുപടി. 2006 ഫെബ്രുവരിയിലാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ട് ലാവലിനകത്ത് അഴിമതിയില്ല, അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. ആ വിജിലൻസ് റിപ്പോർട്ട് നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ തൊട്ട് മുമ്പ് അവർ CBI അന്വേഷണത്തിന് വിട്ടത്. ആ ഓർമ്മ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഈ ടൈമിംഗ് പറയുന്നത്. വിജിലൻസിന്റെ ശുപാർശയിൽ സർക്കാർ അനുകൂല നിലപാടെടുക്കുമെന്ന സൂചനയാണ് CPIM നേതൃത്വം നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ. അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കുക മാത്രമേ പറയാൻ പറ്റൂ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.